Hello everyone. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2016 UP അസിസ്റ്റന്റിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. The poor man is affected dash arthritis. നമുക്കറിയാം ആർത്രൈറ്റിസ് എന്നുള്ളത് ഇൽനെസ് ആണ്, സിക്നെസ് ആണ്. അഫക്റ്റ് എന്ന വാക്ക് ഇൽനെസിൻ്റെ കൂടെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊപ്പോസിഷൻ ഒന്നില്ലെങ്കിൽ വിത്ത് അല്ലെങ്കിൽ ബൈ ആണ്. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: ഓൺ, വിത്ത്, ഓഫ്, ഫോർ. ഇതിൽ ബൈ ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്കറിയാം വിത്ത് ആണ് റൈറ്റ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: സെലക്ട് കറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം. നമുക്കറിയാം ഇൻഡയറക്റ്റ് ഫോമിലേക്ക് മാറ്റുമ്പോഴുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്കറിയാം. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ് ആവും, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ആവും. നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ് ഇതാണ്: ഹി സെഡ്, അലാസ്, ഇറ്റ് ഈസ് എ ഹെവി ലോസ്. നമുക്കറിയാം സെൻറ്റൻസ് സിമ്പിൾ പ്രസന്റിലാണ് ഉള്ളത്. അപ്പോൾ നമുക്കറിയാം ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആയിട്ട് മാറും. അതുപോലെ തന്നെ നമുക്കൊരു എക്സ്ക്ലമേറ്ററി വേർഡ് ഉണ്ട്, അലാസ്. അലാസ് എന്ന് പറഞ്ഞാൽ സംതിങ് വി സേ ഇൻ ഗ്രീഫ് അല്ലെങ്കിൽ ഒരു സോറോഫുൾ മൊമെന്റിലാണ് നമ്മൾ അലാസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ആദ്യത്തെ ഓപ്ഷൻ ഹി ടോൾ ഇറ്റ് ഈസ് എ ഹെവി ലോസ്, അത് സിമ്പിൾ പ്രസന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അത് റോങ് ആൻസർ ആണ്. നമുക്കറിയാം ഇത് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും റൈറ്റ് ആൻസർ. പിന്നീട് തന്നിരിക്കുന്ന 3 ഓപ്ഷനുകളിൽ ഏറ്റവും അവസാനത്തെ നമുക്ക് കാണാൻ സാധിക്കും ഹി എക്സ്ക്ലെയിംഡ് വിത്ത് സോറോ. നമുക്കറിയാം അലാസ് എന്ന വാക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു സോറോഫുൾ സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അലാസ്. അതുകൊണ്ട് തന്നെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഹി എക്സ്ക്ലെയിംഡ് വിത്ത് സോറോ ദാറ്റ് ഇറ്റ് വാസ് എ ഹെവി ലോസ്. ഇതാണ് റൈറ്റ് ആൻസർ. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: റീഡ് ദ ഹെഡ്ലൈൻസ് ആൻഡ് കംപ്ലീറ്റ് ദ സെന്റൻസസ്. റാന convicted for murder dash from the court. The police is looking for him. നമുക്കറിയാം റാന എന്ന പേരാണ്, കൺവിക്റ്റഡ് ഫോർ മർഡർ, അതായത് കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടയാൾ മിസ്സിംഗ് ആണ്. ദ പോലീസ് ഈസ് ലുക്കിംഗ് ഫോർ ഹിം. പോലീസ് ആൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ഇതാണ്: ഹാസ് എസ്കേപ്ഡ്. ഹാസ് എസ്കേപ്ഡ് എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് ഇതുള്ളത്. അപ്പോൾ നമുക്കറിയാം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ യൂസേജ് എന്ന് പറയുന്നത്, പല യൂസേജിൽ ഏറ്റവും പ്രധാനമായ യൂസേജ് എന്ന് പറയുന്നത് an action completed in the past but effect still continues. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഐ ഹാവ് വിസിറ്റഡ് താജ്മഹൽ. ഈ സെന്റൻസിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ താജ്മഹൽ കണ്ട എൻ്റെ മെമ്മറി അല്ലെങ്കിൽ ആ ഒരു അനുഭവമാണ് നിങ്ങളോട് പറയുന്നത്. ഐ വിസിറ്റഡ് താജ്മഹൽ ഇൻ 2008. ഈ രണ്ട് സെന്റൻസിനുള്ള വ്യത്യാസം നോക്കുക. ഐ ഹാവ് വിസിറ്റഡ് താജ്മഹൽ, ഐ വിസിറ്റഡ് താജ്മഹൽ ഇൻ 2008. ആദ്യത്തേത് പ്രസന്റ് പെർഫെക്റ്റും പിന്നീട് വന്നത് ഐ വിസിറ്റഡ് താജ്മഹൽ ഇൻ 2008 എന്നുള്ളത് സിമ്പിൾ പാസ്റ്റുമാണുള്ളത്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ടൈം, പോയിന്റ് ഓഫ് ടൈം വെൻ ഐ വിസിറ്റഡ്. ഞാൻ താജ്മഹൽ വിസിറ്റ് ചെയ്ത വർഷം മെൻഷൻ ചെയ്യാനാണ് സിമ്പിൾ പാസ്റ്റ്. പക്ഷേ ഐ ഹാവ് വിസിറ്റഡ് എന്ന് പറയുമ്പോൾ 2008 ഞാൻ താജ്മഹൽ വിസിറ്റ് ചെയ്തെങ്കിലും ഇപ്പോഴും അതിൻ്റെ ഇഫക്റ്റ് സ്റ്റിൽ കണ്ടിന്യൂസ്. അപ്പോൾ നമുക്കറിയാം ഈ സെന്റൻസിലെ ഒരു യൂസേജ് എന്ന് പറയുന്നത് പോലീസ് ഈസ് സ്റ്റിൽ ലുക്കിംഗ് ഫോർ ഹിം. നമുക്കറിയാം പ്രതി ഓൾറെഡി രക്ഷപ്പെട്ടു, ആക്ഷൻ ഈസ് ഓൾറെഡി ഓവർ, ഹി ഹാസ് ഓൾറെഡി എസ്കേപ്ഡ്. പക്ഷെ ഇപ്പോഴും അതിൻ്റെ ഇഫക്റ്റ് ഇതുവരെ പ്രതിയെ കണ്ടെത്താൻ സാധിച്ചില്ല, ഇഫക്റ്റ് സ്റ്റിൽ കണ്ടിന്യൂസ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും റൈറ്റ് ആൻസർ ഫസ്റ്റ് ഓപ്ഷനാണ്, ഹാസ് എസ്കേപ്ഡ്. നാലാമത്തെ ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ വേർഡ് ഈസ് റൈറ്റ്ലി സ്പെൽഡ്. 4 ഓപ്ഷൻസ് ഉണ്ട്: കാർണിവൽ, ഫെസ്റ്റിവൽ, മാർവൽ, ഗ്രാമർ. നമുക്ക് ഒറ്റ നോട്ടത്തിൽ വളരെ കൺഫ്യൂസിംഗ് ആയി തോന്നാം ഇത്. എന്നിരുന്നാലും റൈറ്റ് സ്പെല്ലിംഗ് അറിഞ്ഞിരുന്നാൽ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാവുന്നതാണ്. ഇതിൽ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, മാർവൽ ആണ്. ബാക്കി എല്ലാത്തിൻ്റെയും എ ആണ് റൈറ്റ് സ്പെല്ലിംഗ് ആയിട്ട് വരുന്നത്. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: സാൾസ് ഇസാൻ. നമുക്ക് സാൾസ് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിരിക്കും. ഇതൊരു പാൻഡമിക് ആണ്. ഇപ്പം നമുക്കറിയാം കൊറോണ വൈറസ് അല്ലെങ്കിൽ കോവിഡ് പോലുള്ളൊരു പാൻഡമിക് 2002 ചൈനയിൽ ഉണ്ടായ ഒരു പാൻഡമിക് ആണ് സാർസ് എന്ന് പറയുന്നത്. നമുക്കറിയാം സാർസ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ഫോം ആണ്. ഇതിൻ്റെ കംപ്ലീറ്റ് ഫോം അല്ലെങ്കിൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് സിവിയർ
അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം ആണ് ഇതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇത് എന്താണ് എന്നുള്ളത്. ആദ്യത്തേത് സ്യൂഡനിം, അക്രനം, സിനനം ആൻഡ് ആന്റണിം. ഇതിന് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി അക്രനം ആണ്. സ്യൂഡനം എന്ന് പറയുന്നത് പെൻ നെയിം അല്ലെങ്കിൽ തൂലിക നാമത്തിനാണ് നമ്മൾ സ്യൂഡനം എന്ന് പറയുന്നത്. തേർഡ് ഓപ്ഷൻ നമുക്കറിയാം സിനനം എന്ന് പറയുന്നത് പര്യായ പദങ്ങൾക്കാണ് നമ്മൾ സിനനം എന്ന് പറയുന്നത്. ഫോർത്ത് ഓപ്ഷൻ ആന്റണിം. ആന്റണിം എന്ന് പറയുന്നത് നമുക്കറിയാം വിപരീത പദങ്ങൾക്കാണ് നമ്മൾ ആന്റണിം എന്ന് പറയുന്നത്. അക്രണ്യമാണ് റൈറ്റ് ആൻസർ. നമുക്കറിയാം ഇതൊരു അബ്രിവിയേഷൻ ആണ്, അതിനാണ് നമ്മൾ അക്രണ്യം എന്ന് പറയുന്നത്. ആറാമത്തെ ചോദ്യം ഇതാണ്, ഫൈൻഡ് ഔട്ട് ഈക്വലന്റ് യൂസേജ് ഇൻ ഇംഗ്ലീഷ്. അതായത് ഇവിടെ തന്നിരിക്കുന്ന മലയാള സെന്റൻസിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള യൂസേജ് ഇംഗ്ലീഷ് യൂസേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സെന്റൻസ് ഇതാണ്, അണ്ണാനെയാണോ മരം കയറ്റം പഠിപ്പിക്കുന്നത്. നമുക്കറിയാം ഇതൊരു പഴഞ്ചൊല്ലാണ്, നമുക്കറിയാം പ്രോവർബ്സ്, ഇംഗ്ലീഷിൽ നമുക്ക് ഒത്തിരി പ്രോവർബ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. കാരണം അണ്ണാനെയാണോ മരം കയറ്റം പഠിപ്പിക്കുന്നത് നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് വളരെ സിമിലർ ആയിട്ടുള്ള ആൻസേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഓപ്ഷൻ ബി എടുക്കുകയാണെങ്കിൽ ഡോണ്ട് ടീച്ച് സ്ക്വയറിൽ ടു ക്ലൈംബ് എ ട്രീ. ഓപ്ഷൻ ഡി നമുക്ക് നോക്കാം, ഡോണ്ട് ടീച്ച് എ സ്ക്വയറിൽ ടു ക്ലൈംബ് ടു എ ട്രീ. നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും റൈറ്റ് ആൻസർ നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷെ എപ്പോഴും ഓർത്തിരിക്കുക ഇതൊരു പ്രോവർബ് ആണ്. അപ്പോൾ ഇതിന്റെ എക്സാക്ട് ട്രാൻസ്ലേഷൻ അല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഇതിന്റെ യൂസേജ്. ഇപ്പോൾ ഇംഗ്ലീഷിലുള്ള ഇതിന്റെ എക്സാക്ട് മീനിങ് അർത്ഥം വരുന്ന യൂസേജ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഇംഗ്ലീഷിൽ ഇതിനൊരു ഇതേ അർത്ഥം വരുന്ന ഒരു യൂസേജ് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷൻ എ ആണ്. ദ ഫസ്റ്റ് ഓപ്ഷൻ, ഡോണ്ട് ടീച്ച് യുവർ ഗ്രാൻഡ് മദർ ടു സക്ക് എഗ്. അണ്ണാനെയാണോ മരക്കയറ്റം പഠിപ്പിക്കുന്നത് എന്നതിന്റെ അതിന്റെ എക്സാക്ട് യൂസേജ് ഇൻ ഇംഗ്ലീഷ് ഈസ് ഡോണ്ട് ടീച്ച് യുവർ ഗ്രാൻഡ് മദർ ടു സക്ക് എഗ്. ഏഴാമത്തെ ചോദ്യം ഇതാണ്, ഫിൽ ദ ബ്ലാങ്ക് വിത്ത് അവർ കറക്റ്റ് ഫോം ഓഫ് ഫ്രേസൽ വേർബ്. സെന്റൻസ് ഇതാണ്, നൺ ഓഫ് ദ ബോയ്സ് ഡാഷ് എനി ക്വസ്റ്റ്യൻസ്. ഇതൊരു സിറ്റുവേഷൻ ഒരു ക്ലാസ് റൂം സിറ്റുവേഷൻ ആയിരിക്കാം. എന്ന് വെച്ചാൽ ഒരു ടീച്ചർ ക്ലാസ് എടുത്തതിന് ശേഷം ഒരു ബോയ്സ് പോലും ഒരു ചോദ്യം പോലും ചോദിച്ചില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, കം അപ്പ് വിത്ത്. കം അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടു പ്രൊഡ്യൂസ് സംതിങ് വെൻ ചലഞ്ച്ഡ് ഓർ പ്രഷറൈസ്ഡ് എന്നാണ്. ഒരു ക്ലാസ് റൂമിൽ ഒരു ക്ലാസ് എടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ചോദ്യങ്ങൾ വരേണ്ടതാണ്. അപ്പോൾ ഇവിടെ നൺ ഓഫ് ദി ബോയ്സ്, ഒരു ആൺകുട്ടി പോലും ഒരു ചോദ്യം പോലും ചോദിച്ചില്ല എന്നതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, നൺ ഓഫ് ദി ബോയ്സ് കം അപ്പ് വിത്ത് എനി ക്വസ്റ്റ്യൻസ്. എട്ടാമത്തെ ചോദ്യം ഇതാണ്, ദ വേർഡ് മീൻസ് വൺ ഹു നോസ് എവറിഥിങ്. വൺ ഹു നോസ് എവറിഥിങ്, എല്ലാം അറിയുന്നവൻ എന്ന വാക്ക് നമ്മൾ ഏത് യൂസേജാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്, ഒമ്നി പ്രസന്റ്, ബി ഒമ്നീഷ്യന്റ്, സി ഒമ്നിക്ലൈന്റ്, ഡി ഒമ്നി പൊട്ടന്റ്. നമുക്കറിയാം ഒമ്നി എന്ന വാക്ക് എന്നത് തന്നെ നമ്മൾ സാധാരണയായി ഒരു ഡിവൈൻ പവറിനെയാണ്, ഒരു ദൈവതുല്യമായ പവറിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം വൺ ഹു നോസ് എവറിഥിങ്, എല്ലാം അറിയുന്നവൻ എന്ന വാക്കിന് അർത്ഥമായ വാക്ക് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഒമ്നിഷ്യന്റ്. ഒമ്നി പ്രസന്റ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് എവറിവെയർ, എല്ലായിടത്തും വ്യാപകമായിട്ടുള്ളത്. പ്രസന്റ് എവറിവെയർ എന്നാണ് ഒമ്നി പ്രസന്റ് എന്ന വാക്കാണ് ഉദ്ദേശിക്കുന്നത്. ഒമ്നി ക്ലൈന്റ് എന്ന് പറയുന്നത് വളരെ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നൊരു വാക്കല്ല ഒമ്നി ക്ലൈന്റ്. ഓപ്ഷൻ ഡി ഒമ്നിപൊട്ടന്റ്. ഒമ്നിപൊട്ടന്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി പവർഫുൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. 9ാമത്തെ ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻ ദ പാസീവ് ഫോം. നമുക്കറിയാം പാസീവ് വോയിസ് ഉള്ള സെന്റൻസ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊരു ഏറ്റവും പ്രധാനപ്പെട്ട റൂൾ, പാസീവ് വോയിസിൽ ഏറ്റവും പ്രധാനപ്പെട്ട റൂൾ എന്ന് പറയുന്നത് V3 ഫോം ആയിരിക്കും ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ വേർബിന്റെ തേർഡ് ഫോം ആയിരിക്കും ഉപയോഗിക്കുക. നമുക്ക് തന്നിട്ടുള്ള 4 ഓപ്ഷനിൽ ഒരേ ഒരു ഓപ്ഷനിൽ മാത്രമേ നമുക്ക് V3 ഫോം കാണാൻ സാധിക്കുകയുള്ളൂ. അത് ഓപ്ഷൻ ബിയിലാണ്, ഗിവൺ.
നമുക്കറിയാം ഇവിടെ മാത്രമാണ് V3 ഫോം കാണാൻ സാധിക്കും. ബാക്കി 3 ഓപ്ഷനുകളിൽ നമുക്കറിയാം V3 ഫോം അല്ല കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഷീ വാസ് ഗിവൺ എ പാർട്ടി. പത്താമത്തെ ചോദ്യം ഇതാണ്. Fill in the blanks with the correct form of verb if necessary. He gave up dash bracket നമുക്കറിയാം hunt and took to dash bracket farm for livelihood. നമുക്കറിയാം ഈ gave up and took to ഓപ്പോസിറ്റ് മീനിങ് ആണ്. Give up എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക, took to എന്ന് പറഞ്ഞാൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ took to എന്ന് പറയുന്നത്. നമുക്കറിയാം ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ സെന്റൻസിനെ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലി സ്റ്റാർട്ട് ചെയ്തു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ജോലി എന്ന് പറയുമ്പോൾ സാധാരണ നൗൺസ് ആണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ജെറൻഡ് ഫോം എന്ന് നമ്മൾ പറയും. അതായത് വേർബിന്റെ കൂടെ ing ചേർത്തിട്ടുള്ള ഫോംസ് ആണ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ടീച്ചിങ്, ഡ്രൈവിംഗ്, നഴ്സിംഗ്, ഇതൊക്കെ ഒരു ജോലിയാണെന്ന് നമുക്കറിയാം. അത് ഓരോ വാക്കിന്റെ കൂടെ ഓരോ വേർബിന്റെ കൂടെ ing ചേർത്തിട്ടാണ് നമ്മൾ ആ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ഒരു ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലി സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ing ഫോം ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. ഹണ്ട് എന്നുള്ളത് ഹണ്ടിങ്ങും ഫാം എന്നുള്ളത് ഫാമിങ്ങും. നമുക്കറിയാം ഈ ഓപ്ഷനിൽ ഓപ്ഷൻ സി നമുക്ക് തന്നിട്ടുണ്ട്, ഹണ്ടിങ് ആൻഡ് ഫാമിംഗ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ.